Hi friends, I am Captain Grandmaster Shaji Matthew. Namaskar friends. വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. ഇന്ന് നമ്മൾ കപ്പലിൽ ഭൂതമോ എന്ന സംഭവ കഥാപരമ്പരയുടെ മൂന്നാം ഭാഗം ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു ചിറ്റാഗോം തുറമുഖത്തെ എം വി ഋഷികേശ് എന്ന കപ്പലിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും ചീഫ് എഞ്ചിനീയർ ആക്സിഡൻറ്റിൽ ചിറ്റാഗോം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം കപ്പൽ ചീഫ് എഞ്ചിനീയറെ കാത്ത് ചിറ്റാഗോം തുറമുഖത്ത് 2 ദിവസം കിടന്നു. പുതിയ ചീഫ് എഞ്ചിനീയർ വന്ന് ജോയിൻ ചെയ്തു. കപ്പലിൻ്റെ ഇൻറ്റൻഡഡ് വോയേജ് സിംഗപ്പൂർ ടു ആസ്ട്രേലിയ പോകേണ്ടതാണ്. സിംഗപ്പൂരിൽ ബങ്കർ ചെയ്ത് ആസ്ട്രേലിയക്ക് പോകേണ്ടതാണ്. അങ്ങനെ കപ്പൽ അധികം സമയമില്ല, പെട്ടെന്ന് കോൺട്രാക്റ്റ് അനുസരിച്ച് വേഗം തന്നെ ഇത്ര തീയതിക്കുള്ളിൽ തന്നെ ലേക്കാൻ അവിടെ ആസ്ട്രേലിയയിൽ എത്തിച്ചേരേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് പോകാൻ വേണ്ടി സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ ചീഫ് എഞ്ചിനീയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ കപ്പൽ നങ്കൂരമെടുത്തുകൊണ്ട് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. അങ്ങനെ നങ്കൂരം എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് കോ ക്യാപ്റ്റനും ഫോർവേഡ് സ്റ്റേഷൻ പാർട്ടിയും എല്ലാവരും കൂടെ കൂടി കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് പോവുകയും നങ്കൂരം എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കടൽ പ്രക്ഷുബ്ധമാണ്, നല്ല ശക്തമായ കാറ്റടിക്കുന്നുണ്ട്, തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. ഒരുവിധം കപ്പലിൻ്റെ ചുറ്റും തിരമാലകളും ഇളകി ആടുന്നുണ്ട്, പ്രക്ഷുബ്ധമാണ്. അങ്ങനെ നങ്കൂരം എടുത്ത് ചെയിൻ ഉള്ളിലെടുത്ത് വന്നു കഴിഞ്ഞ് നങ്കൂരം ഒരു ഷാക്കിളായി നങ്കൂരം കാണേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ നങ്കൂരത്തിൽ ചെയിൻ ഫിഗർ ഓഫ് 8 നോട്ട്, 8ൻ്റെ ആകൃതിയിൽ ചെയിൻ ട്വിസ്റ്റായിട്ട് വന്നിരിക്കുന്നു. ഒരു കാരണവശാലും നങ്കൂരം മുകളിലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്തു ചെയ്യും? നങ്കൂരം മുകളിലെടുക്കാതെ യാത്ര തുടരാൻ പറ്റുകയില്ല. നങ്കൂരം തൂങ്ങിക്കിടക്കുകയാണ്. ഫ്ലൂക്ക് എന്ന് പറഞ്ഞ അറ്റം, നങ്കൂരത്തിൻ്റെ അറ്റഭാഗം മുകളിൽ കാണും. നങ്കൂരം തൂങ്ങിക്കിടന്ന് വെള്ളത്തിനകത്താണ് മുക്കാൽ, കുറച്ച് ഭാഗം മുകളിൽ കാണുന്നുണ്ട്. അത് കപ്പൽ പോകുമ്പോൾ സൈഡിൽ ബുൾബോസ് പോലെ കപ്പലിൻ്റെ സൈഡിലടിക്കും. അങ്ങനെ അടിച്ചടിച്ച് കഴിഞ്ഞാൽ ദ്വാരം വീണ് കപ്പൽ മുങ്ങാനും വെള്ളം കയറാനും സാധ്യതയുണ്ട്. അധികം ദിവസം ഇവിടെ നിൽക്കാനും പറ്റില്ല. നങ്കൂരത്തിൻ്റെ ചെയിൻ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഉള്ളിലെടുക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷനായി. എന്താണേലും കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിച്ചു സ്പീഡ് കുറച്ച് പതുക്കെ കപ്പൽ സിംഗപ്പൂരിലേക്ക് യാത്രയാകുക. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കപ്പൽ നങ്കൂരം തൂക്കിയിട്ടുകൊണ്ട് വെള്ളത്തിൽ തൂക്കിയിട്ടുകൊണ്ട് പതുക്കെ ചിറ്റാഗോയിൽ നിന്ന് ഡിപ്പാർച്ചറായി പുറപ്പെട്ടു സിംഗപ്പൂരിലേക്ക്. ഉടനടി തന്നെ മിന്നലൊരു കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. ചിറ്റാഗോം ആങ്കറേജിൽ നങ്കൂരം വിടാൻ വേണ്ടിയിട്ട് വരുന്ന വേറൊരു കപ്പലാണ്. അപ്പോൾ ആ കപ്പലിൻ്റെ വരവും ഋഷികേശിൻ്റെ പോക്കും രണ്ടും കൂടെ ലൈൻ ഓഫ് അപ്രോച്ച്, റിസ്ക് ഓഫ് കൊളിഷൻ ഉണ്ടാകാൻ, കൂട്ടിയിടിക്കാനുള്ള സാധ്യതയിലേക്ക് കാണുന്നുണ്ട്. ഉടൻ തന്നെ ഫോർവേഡ് ടീം കോ ക്യാപ്റ്റനും പാർട്ടിയും പിടിച്ചു പറഞ്ഞു ബ്രിഡ്ജിലേക്ക്. റിസ്ക് ഓഫ് കൊളിഷൻ വരാൻ സാധ്യതയുണ്ട്, കപ്പൽ വലത്തേക്ക് തിരിക്കണം, മാറ്റണം, സ്റ്റാർ ബോർഡിലേക്ക് വലത്തേക്ക് മാറ്റി ഓടിക്കണം, ഇല്ലെങ്കിൽ കൊളിഷൻ സാധ്യതയുണ്ട്, റിസ്ക്കാണ്. എന്താണേലും ഭയങ്കരമായ കാറ്റും ടൈഡും വിൻഡിൻ്റെയും കൊണ്ട് കപ്പൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കപ്പൽ രണ്ടുപേർ അടുത്തടുത്ത് വന്നു. ഭീകരമായൊരു അന്തരീക്ഷം സംജാതമായി. എല്ലാവരും വളരെയധികം പേടിച്ചു. കുറച്ച് ടീം കപ്പലിൻ്റെ ലൈഫ് ജാക്കറ്റും ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും രക്ഷപ്പെടുന്നതിനുള്ള ഉപകരണങ്ങൾ ലൈഫ് ബോട്ടിൻ്റെയും ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്തേക്ക് മുന്നിൽ നിന്ന് ഓടി. മറ്റേ കപ്പലിലെ ആൾക്കാർ കുറേ പേര് സീമാന്മാരൊക്കെ ഓടിപ്പോയി. ഋഷികേശിലെയും കുറേ സീമാന്മാർ പുറകിലേക്ക് ഓടി. കോ ക്യാപ്റ്റനും മറ്റ് 2 സീമാന്മാരും ഫോർവേഡിൽ ധൈര്യസമേതം നിന്നു. അവിടെയും രക്ഷപ്പെടാനുള്ള ലൈഫ് റാഫ്റ്റ് ഉണ്ട് പക്ഷേ കപ്പൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ 2 കപ്പൽ മുങ്ങുമെന്നുള്ളത് ഏതാണ്ട് ഇതാണ്. രണ്ടും പഴയ കപ്പലുകളാണ്. അപ്രോച്ച് സ്പീഡ് വളരെ കൂടുതലാണ്. എനിവേ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ
ഒരു വിധത്തിൽ കൂട്ടിയിടി ഒഴിവായി വളരെ നിയർ മിസ്സായിട്ട് ആ ആക്സിഡൻറ്റ് റിസ്ക് ഓഫ് കൊളിഷൻ അത് എസ്കേപ്പ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് നീങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഇതാ വരുന്നു അടുത്ത കപ്പൽ. ബിക്കോസ് ഈ അപ്രോച്ചിങ് ചാനലിലേക്ക് ആങ്കറേജിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതും ആങ്കറിൽ നിന്ന് പോകുന്നതും ഏതാണ്ട് അധികം ദൂരമൊന്നുമില്ല, അധികം വിസ്തൃതിയില്ല. പക്ഷേ കപ്പൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ സ്ഥിതിവിശേഷം അതിഭീകരമായി തന്നെ തോന്നി. വലിയ കപ്പലാണ്, അപ്രോച്ചിങ് സ്പീഡ് കൂടുതലാണ്. കൊളീഷൻ കൂട്ടിയിടി ഉണ്ടായിക്കഴിഞ്ഞാൽ 2 കപ്പലും മുങ്ങും. അവിടെ കാഷ്വാലിറ്റി ഉണ്ടാവും, ജീവൻ തന്നെ അപകടത്തിലാണ്. ചീഫ് ഓഫീസറും ക്യാപ്റ്റനും എല്ലാം വീണ്ടും വിളിച്ചു പറഞ്ഞു, വലതേ വശത്തേക്ക് പോകണം, വലത്തേക്ക് നീങ്ങി ക്ലിയറായി പോകണം, അല്ലെങ്കിൽ റിസ്ക് ഓഫ് കൊളിഷനാണ്, വീണ്ടും അത്യാഹിതമാണ് വരുന്നത്. ക്യാപ്റ്റൻ ബ്രിഡ്ജ് ആൻസർ ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സ്ഥിതിവിശേഷം ആദ്യത്തേതിലും ഭയാനകമായിരുന്നു, ഭീകരമായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് ക്രൂ എല്ലാം കൂടെ അക്കോമഡേഷനിലേക്ക് ഓടി. ചീഫും വേറെ ഒരു സീമാനും കൂടെ ഫോർവേഡിൽ നിന്നു. ഋഷികേശിൻ്റെ വിളിച്ചു പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ വേസിലെ ആളുകളെല്ലാം ഭീകരമായി കരഞ്ഞുകൊണ്ട് ഓടി. അക്കോമഡേഷൻ തമ്മിൽ കൂട്ടിയിടി ഒരു വിധത്തിലൊരു നാരോ എസ്കേപ്പായിട്ട് അത് ഒഴിവായി, ആശ്വാസമായി. എന്താണ് ഈ കപ്പലിൽ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു വശത്ത് നങ്കൂരം തൂങ്ങിക്കിടക്കുന്നു, അത് സൈഡിലടിക്കുന്നു, അടിച്ച് ഹോള് വരാം. രണ്ടാമത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതിഭയങ്കരമായ കറണ്ടാണ്, വിൻഡാണ്. അങ്ങനെ ഈ സ്ഥിതിവിശേഷത്തിൽ സിംഗപ്പൂരിലേക്ക് കപ്പൽ വീണ്ടും പതുക്കെ യാത്രയായി. സുഹൃത്തുക്കളെ, ഈ കപ്പലിലെ ദുരൂഹമായ സംഭവങ്ങൾ തീർന്നിട്ടില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ബാക്കി നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ഈ വീഡിയോ കേട്ടതിൽ നിങ്ങളെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.